സാറിന് നമസ്കാരം. ഹെർമൻ ഗുണ്ടട്ട് എന്ന മഹാനായ വ്യക്തിയെ പല കാഴ്ചകളിലൂടെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ വിവിധ മുഖങ്ങളിലൂടെ നാം മനസ്സിലാക്കുകയാണ്. ഒരു കാലഡോസ്കോപ്പിലൂടെ ഒരേ ഘടകങ്ങളെ പല രൂപങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഹെർമൻ ഗുണ്ടട്ട് എന്ന മഹാപ്രതിഭയെ വിവിധ കാഴ്ചകളിലൂടെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഹെർമൻ ഗുണ്ടട്ട് എന്ന ഈ അത്ഭുത പ്രതിഭാസത്തെ കേരളം ഇത്ര ഗൗരവമായി പഠിക്കുന്നത് നടാടെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് സന്നദ്ധമായ ഹെർമൻ ഗുണ്ടട്ട് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകരെ, നേതാക്കളെ, അതിൻ്റെ സംഘാടകരെ ഞാൻ ഈ സന്ദർഭത്തിൽ അനുമോദിക്കുകയാണ്. ഹെർമൻ ഗുണ്ടട്ട് ഫൗണ്ടേഷൻ എന്ന ഈ വലിയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബാബു വർഗീസ് സാറ്, അദ്ദേഹം ലോകമറിയപ്പെടുന്ന പ്രഭാഷകനാണ്. ഇതിൻ്റെ വൈസ് ചെയർമാനായിട്ടുള്ള നമ്മുടെ ബഹുമാനായ ചാക്കോ സാറ്, അദ്ദേഹം പ്രഗത്ഭനായ അധ്യാപകനാണ്. ഈ ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ശക്തിയായി പ്രവർത്തിക്കുന്ന ജെയിംസ് സാറ് മുൻ ചീഫ് സെക്രട്ടറിയാണ്. സാറ് അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ്. മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ ബോർഡ് മെമ്പറായിരുന്ന ആളാണ്. ഇങ്ങനെ ഇതിൻ്റെ ശ്രീ അനിൽ മാരാത്ത്, അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ അംഗമാണ്. നേരത്തെ ഇവിടെ സംസാരിച്ച ജയൻ അദ്ദേഹം അഡ്വക്കേറ്റാണ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, ഇതിൻ്റെ പ്രവർത്തകരായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിവിധ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയ ആളുകളാണ്. അവരുടെ മൊത്തത്തിലുള്ളൊരു ചിന്തയുടെ ഫലമായിട്ടാണ് ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ഈ വലിയ ഒരു വ്യക്തിത്വത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. മലയാള ഭാഷയിൽ അനന്യം എന്നൊരു വാക്കുണ്ട്. പലപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല ആ വാക്ക്. അത്യപൂർവമായി മാത്രം ഉപയോഗിക്കുന്നൊരു വാക്കാണ് അനന്യം എന്ന വാക്ക്. ആ വാക്ക് നിരന്തരമായി ഉപയോഗിക്കേണ്ടി വരുന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ്. സമാനതകളില്ല. ഇന്ത്യയിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും വിലയിരുത്തിയാൽ ഹെർമൻ ഗുണ്ടട്ടിനെ പോലെ ഒരാളില്ല. 20 വർഷം ലോകത്തിലെ ഏത് മഹാൻ്റെ ജീവിതത്തിൻ്റെയും 20 വർഷത്തെ നിങ്ങൾ എടുത്തു പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ 20 വർഷവുമായി ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ജീവിതത്തിൻ്റെ 20 വർഷമായി തുലനപ്പെടുത്താൻ നിങ്ങൾക്കാവുകയില്ല. ലോകത്തിലെ ഏത് മഹാൻ്റെ ജീവിതം എടുത്താലും ശരി, അതാണ് ആ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ഡൈവേഴ്സിറ്റി. വ്യത്യസ്തതയുള്ളതാണ്. വ്യത്യസ്ത മുഖങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ബഹുമുഖ വ്യക്തിത്വം എന്ന് നമ്മൾ പറയുന്നു. വേഴ്സറ്റൈൽ ജീനിയസ് എന്ന് പറയുന്നു. വേഴ്സറ്റൈൽ ജീനിയസ് എന്ന പദമൊന്നും നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നിരന്തരമായ പദം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ രൂപം ഉറപ്പിച്ചു വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മനോഹരമാക്കി തീർക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ വെല്ലുവിളികളിലൂടെ കടന്നു പോകാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒന്നാക്കി തീരും. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ശക്തിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ മുഖം എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് എന്നെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ഞാൻ എന്ത് ചെയ്തു എൻ്റെ ബാല്യത്തിൽ? എൻ്റെ 20-ാം വയസ്സിൽ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ 22-ാം വയസ്സിൽ ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ എത്ര ചെറുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാൾ പഠിച്ച് വലുതായി ഡോക്ടറേറ്റൊക്കെ നേടിക്കഴിയുമ്പോഴും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കണം. ബംഗാളിലെ കവിയുണ്ട് വിഷ്ണുഡേയുടെ ഒരു വളരെ പ്രശസ്തമായ കവിതയിൽ പറയുന്നു അദ്ദേഹം, നീ എന്തായി തീർന്നാലും നീ തിരിഞ്ഞു നോക്കുക, നീ ഒന്ന് അറിയുക, നീ നിന്നെക്കുറിച്ച് അറിയുക, നിൻ്റെ പഴമയെക്കുറിച്ച്, നിൻ്റെ ബാല്യത്തെക്കുറിച്ച്, നിൻ്റെ മുൻഗാമികളെക്കുറിച്ച് ഒക്കെ അറിയുക എന്ന് പറയുന്ന ആ ഒരു തിരിഞ്ഞു നോട്ടം വളരെ പ്രധാനമാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നാം തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നാം ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ അറിവ് വളരെ വളരെ ചുരുങ്ങിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് കൂടുതൽ അറിയാനുള്ള നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് പറഞ്ഞ പോലെ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് സാർ നേരത്തെ എനിക്ക് 20 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ വല്ലാതെ ചുരുങ്ങുകയാണ്. ഞാൻ നിങ്ങളോട് ആ തുടക്കത്തിൽ പറഞ്ഞുകൊള്ളട്ടെ, ഒരു മഹാസാഗരത്തിൽ നിന്നും ഒരു കൈക്കൊമ്പിൽ ജലം മാത്രമേ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കാൻ കഴിയുകയുള്ളൂ. കാരണം ആ കൈക്കൊമ്പിൽ ജലം എടുക്കുമ്പോൾ ഒരു മഹാസാഗരം അപ്പുറത്ത് നിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. മലയാളത്തിലെ ആദ്യത്തെ പത്രാധിപർ എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ആദ്യത്തെ പത്രാധിപർ എന്ന വാചകത്തിനപ്പുറം ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മാതൃകാ പത്രാധിപർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിനെ. കാരണം ഒരു ഭാഷ, ആ ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടായിരുന്നില്ല, ആ ഭാഷയ്ക്ക് പദസഞ്ചയം ഉണ്ടായിരുന്നില്ല, ആ ഭാഷയ്ക്ക് അലങ്കാരങ്ങളുണ്ടായിരുന്നില്ല. ഇതൊന്നുമില്ലാത്ത വളരെ പ്രാകൃതമായ ഒരു ചെറിയ ഭാഷയെ ലോകത്തിൻ്റെ മുന്നിലേക്ക് ഏറ്റവും അഭിമാനകരമായി ഉയർത്തിക്കാട്ടിയ ഒരാൾ ആര് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ്. മലയാള ഭാഷയുടെ പേരിൽ നിന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ, മലയാള സാഹിത്യത്തിൻ്റെ പേരിൽ നമ്മൾ അഭിമാനിക്കുമ്പോൾ, നമുക്ക് പിന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ സാഷ്ടാംഗ പ്രണാമം നടത്തേണ്ട ഒരാളുണ്ട്, ഒരാൾ രൂപമുണ്ട്. അത് നിശ്ചയമായിട്ടും
ഹെർമൻ ഗുണ്ടട്ടാണ്. അദ്ദേഹമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാള ഭാഷയ്ക്ക് ഒരു ഘടനയുണ്ടാക്കി തന്നു, മലയാള ഭാഷയ്ക്ക് ഒരു ഗദ്യഭാഷയുടെ ഗരിമയുണ്ടാക്കി തന്നു. ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുന്നത് ഈ ഭാഷയ്ക്ക് നിശ്ചയമായും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് അങ്ങേ അറ്റത്തിരിക്കുന്ന ഹെർമൻ ഗുണ്ടട്ടോടാണ്. കാരണം ഞാൻ ഇടയ്ക്ക് ഞാൻ നിർത്തുന്നു, ഇടയ്ക്ക് ഞാൻ ഭാഷയ്ക്ക് നീട്ടം കൊടുക്കുന്നു, ഭാഷയ്ക്ക് സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു, പുതിയ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഹെർമൻ ഗുണ്ടട്ടോട് നമുക്ക് നൽകിയതാണ്. ഈ അടുത്ത സമയത്ത് ഗ്രന്ഥാലോകം എന്ന പ്രസിദ്ധീകരണത്തിൽ ഒരു ഇൻ്റർവ്യൂ വരികയുണ്ടായി. മലയാളത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ എഴുത്തുകാരൻ, ഒരുപക്ഷെ മലയാള ചെറുകഥാ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ലോക ചെറുകഥാ സാഹിത്യത്തിലേക്ക് മലയാള ചെറുകഥാ സാഹിത്യത്തെ ഉയർത്തി നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കഥയേത് എന്ന് ചോദിച്ചാൽ അത് നിശ്ചയമായിട്ടും ഹിഗ്വിറ്റ എന്ന കഥയായിരിക്കും. അത് രചിച്ചത് NS മാധവൻ എന്ന് പറയുന്ന ഇന്ത്യ അറിയപ്പെടുന്ന വലിയൊരു ബ്യൂറോക്രാറ്റാണ്, സീനിയർ IAS ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ഇപ്പോൾ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ഈ അടുത്ത സമയത്ത് കേരളം നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി അദ്ദേഹം നൽകുകയുണ്ടായി, എഴുത്തച്ഛൻ പുരസ്കാരം നൽകുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് NS ലാൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങ് നിരന്തരമായി റെഫർ ചെയ്യുന്ന പുസ്തകം ഏത് എന്ന് ചോദിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരൻ, ലോക ചരിത്രത്തിൽ ലോക സാഹിത്യത്തിലേക്ക് മലയാളത്തിന് ഉയർത്തിക്കാട്ടാവുന്ന വർത്തമാനകാലത്തെ ഏറ്റവും ഉജ്ജ്വലനായ എഴുത്തുകാരൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അങ്ങ് നിരന്തരം റെഫർ ചെയ്യുന്ന പുസ്തകം ഏത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പോഴാണ് NS മാധവൻ എന്ന ഈ വലിയ എഴുത്തുകാരൻ പറയുന്നത്, ഞാൻ നിരന്തരം എൻ്റെ കിടക്കപ്പായുടെ, എൻ്റെ മെത്തയുടെ, എൻ്റെ കട്ടിലിൻ്റെ തൊട്ടപ്പുറത്ത് കയ്യെത്തുപാട് ഞാനൊരു പുസ്തകം വെച്ചിട്ടുണ്ട്, അത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ഡിക്ഷണറിയാണ് എന്ന് പറയുന്നു. നോക്കുക, എന്തൊരു അത്ഭുതമാണെന്ന് നോക്കുക. നിരന്തരമായി വായിക്കാൻ വേണ്ടി ഒരു വലിയ എഴുത്തുകാരൻ, ഉജ്ജ്വലനായൊരു എഴുത്തുകാരൻ, അദ്ദേഹം കയ്യെത്തുപാട് ഒരു പുസ്തകം വെച്ചിരിക്കുന്നുവെങ്കിൽ അത് ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ഡിക്ഷണറിയാണ് എന്ന് പറയുന്നു. ഇവിടെ നേരത്തെ ഡോക്ടർ ഡിക്രൂസിൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണം അദ്ദേഹം പറയുകയുണ്ടായി, ചില വാക്കുകളെക്കുറിച്ച് പറയുകയുണ്ടായി. ഒരു വാക്ക് രൂപപ്പെടുന്നത് എങ്ങനെ, വാക്ക് എങ്ങനെ രൂപപ്പെടുന്നു, വാക്കിൻ്റെ മാതാവാരാണ്, വാക്ക് എങ്ങനെയാണ് ക്രമപ്പെടുത്തി വരുന്നത്, ഈ വാക്കിൽ നിന്ന് എന്തെല്ലാം ശാഖോപശാഖകളായി ഈ വാക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ചൊരു മഹാവൃക്ഷമായി മാറുന്നു, ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറി എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ പഠനത്തിന് വേണ്ടിയുള്ള ഒരു മെറ്റീരിയലാണെന്ന് പറയുക, അത് സോഴ്സാണെന്ന് മനസ്സിലാക്കുക. അതൊരു വെറും ഒരു ഡിക്ഷണറി അല്ല, അത് വെറും വാക്കുകളെ പറയുകയല്ല, അത് മറിച്ച് ഒരു സംസ്കാരത്തെ അടയാളപ്പെടുത്തുകയാണ്. ഒരു ഡിക്ഷണറി ഒരു നിഘണ്ടു എങ്ങനെയാണ് ഒരു സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ഗ്രന്ഥം എന്നതാണ്. ഒരു വാക്കിൽ നിന്നും ക്രമേണ മാറിപ്പോയി ഒരു സംസ്കാരത്തിലേക്കും ഒരു ജനതയിലേക്കും എത്തിച്ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിലൂടെ. അങ്ങനെ മറ്റൊരു ഡിക്ഷണറിയും ലോകത്തില്ല എന്നതാണ് സത്യം. വാക്കിൻ്റെ ഒറിജിനെക്കുറിച്ച് പറഞ്ഞു പോയിട്ടാണ്, പക്ഷേ ആ വാക്കുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ, ആ വാക്ക് എവിടെ നിന്ന് വന്നു, അതിന് സമാന പദങ്ങൾ ഏതൊക്കെ, ഇങ്ങനെയൊന്നും പറഞ്ഞു പോകുന്ന ഒരു ഗ്രന്ഥം വേറെയില്ല എന്നതാണ്. അതുകൊണ്ടാണ് NS മാധവനെ പോലുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരൻ പറയുന്നത്, എനിക്ക് എപ്പോഴും വേണ്ട, ഞാൻ എപ്പോഴും റെഫർ ചെയ്യുന്ന ഒന്ന് അതാണ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിഹാസങ്ങളെക്കുറിച്ചൊന്നും അല്ല പറഞ്ഞത്, രാമായണവും മഹാഭാരതവും ഇലിയഡും ഒഡീസിയും ഒന്നുമല്ല NS മാധവൻ്റെ കയ്യെത്തുപാട് വേണ്ട പുസ്തകം. അദ്ദേഹത്തിന് വേണ്ടത് ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ഡിക്ഷണറിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. കുട്ടികളെ, നിങ്ങൾ ആ ഡിക്ഷണറി ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ ഞാൻ ആ ഡിക്ഷണറി പലതവണ റെഫർ ചെയ്ത ആളാണ്. എന്നിട്ട് പോലും ഇന്ന് രാവിലെ ആലിനെക്കുറിച്ച് ചോദിച്ച ഒരു വാക്ക് എനിക്ക് കിട്ടിയില്ല. യഥാർത്ഥത്തിൽ ഞാൻ സത്യസന്ധനായതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് എഴുന്നേക്ക് നിൽക്കാമായിരുന്നു, പക്ഷേ ഞാൻ ഹെർമൻ ഗുണ്ടട്ടിനെയാണ് പരിശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുക മാത്രം ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കുക. ഇൻ്റലക്ച്വൽ സത്യസന്ധത എന്നൊരു കാര്യമുണ്ട്, ബുദ്ധിപരമായ സത്യസന്ധത. അത് നിരന്തരമായി പ്രയോഗിക്കുന്നത്, നിരന്തരമായി സാധ്യമാക്കുന്നത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ജീവിത വീക്ഷണമാണ്. ഞാൻ എൻ്റെ ഈ പുസ്തകത്തിലും എനിക്ക് ഉത്തമബോധ്യമില്ലാത്ത ഒന്നും എഴുതിയിട്ടില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ആ പുസ്തകം പുരസ്കൃതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഹെർമൻ ഗുണ്ടട്ട് ഫൗണ്ടേഷനോടുള്ള എൻ്റെ അങ്ങേയറ്റത്തെ നന്ദി രേഖപ്പെടുത്തുമ്പോൾ ഹെർമൻ ഗുണ്ടട്ട് ഫൗണ്ടേഷനും ഞാനും ഒരുമിച്ച് നന്ദി രേഖപ്പെടുത്തുന്നത് മഹാനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ജീവിതത്തോടാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എന്ന പത്രാധിപരെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മലയാളത്തിലെ ആദ്യത്തെ പത്രം കാണണം. ആദ്യത്തെ പത്രത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് ഈ മലയാളത്തിൽ മറ്റൊരു വാക്കുണ്ട്, നമ്മൾ നിരന്തരം ഉപയോഗിക്കാറില്ല എങ്കിലും നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നൊരു വാക്കുണ്ട്. ചില വാക്കുകൾ പറയാതെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. കൃതജ്ഞത എന്നൊരു വാക്കുണ്ട്. കൃതജ്ഞത എല്ലായിടത്തുമുണ്ട്, എല്ലാ മീറ്റിങ്ങിൻ്റെ അവസാനം കൃതജ്ഞതയുണ്ട്. പക്ഷേ കൃതജ്ഞത എന്നൊരു വാക്കുണ്ട്. ആ വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് പറയാറില്ല, പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മൾ നിരന്തരമായി കൃതജ്ഞത പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് രാജ്യസമാചാരം എന്ന ഈ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പത്രത്തിൻ്റെ 150-ാം വാർഷികം പ്രമാണിച്ചാണ് ആ പത്രം ആദ്യമായി മലയാളി കാണുന്നത് എന്നത്. മലയാളികൾ ആദ്യം കണ്ട പത്രമാണ്, മലയാളി ആദ്യം വായിച്ച പത്രമാണ്, മലയാളിയെക്കുറിച്ച് മനസ്സിലാക്കിയ ആദ്യം പത്രമാണ്, മലയാളി ലോകത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയ പത്രമാണ്, മലയാളി താമസിക്കുന്നത് ഒരു കോണ്ടിനെൻറ്റിലാണ് എന്ന് ആദ്യം മനസ്സിലാക്കുന്ന പത്രമാണ്, മലയാളി ആദ്യമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന പത്രമാണ്, മലയാളി ആദ്യമായിട്ട് യൂണിവേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്ന പത്രമാണ്, മലയാളി ആദ്യമായിട്ട് സോളാർ സിസ്റ്റം, സൗരയൂഥ സിസ്റ്റം ആദ്യം മനസ്സിലാക്കുന്ന പത്രമാണ്, മലയാളി ആദ്യമായിട്ടൊരു മാപ്പ് കാണുകയാണ്. ഭൂമിയിലെ അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലികയെ ഒരു പ്രത്യേക പദത്തിലേക്ക് വരച്ചു വെച്ചാൽ അത് മാപ്പ് പ്രൊജക്ഷൻ എന്നൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. പക്ഷേ മലയാളി ആദ്യം കണ്ട മാപ്പ് നമ്മൾക്ക് കാണിച്ചു തന്നത് ഈ രാജ്യസമാചാരം എന്ന പത്രമാണ്. പക്ഷേ ഈ പത്രത്തെ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ 150-ാം വാർഷികം പ്രമാണിച്ചാണ് മലയാളി ആദ്യമായി കാണുന്നത്. അത് ജനങ്ങളുടെ മുമ്പിലേക്ക്, വായനക്കാരുടെ മുന്നിലേക്ക്, മലയാളികളുടെ മുന്നിലേക്ക്
കൊണ്ടു കൊടുക്കുവാനുള്ള നിയോഗം സത്യത്തിൽ ലഭിച്ച ഒരാൾ എന്ന തരത്തിൽ ഞാൻ ഇവിടെ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുഴുവൻ ലക്കങ്ങളും തേടിപ്പിടിക്കാനുള്ളൊരു സൗഭാഗ്യമുണ്ടായത് എനിക്കാണ്. നേരത്തെ ഇവിടെ രാവിലെ പറഞ്ഞ പോലെ അതൊരു നിയോഗമാണ്. ആ നിയോഗം ഏറ്റെടുത്ത ഒരാൾ എന്ന തരത്തിൽ ഇതിൻ്റെ മുഴുവൻ ലക്കങ്ങളും തേടിപ്പിടിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി ഒരു പത്രം 180 വർഷത്തിന് ശേഷം വീണ്ടും അച്ചടിച്ച് പുറത്തിറങ്ങുന്നു. ആ സൗഭാഗ്യവും ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന മഹാൻ്റെ പേരിലാണ് നടന്നത്. അതാണ് ഈ രാജ്യസമാചാര മന്ത്രം. ഇത് ഒന്ന് സർക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 99% പേര് ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതങ്ങനെ എവിടെയും ലഭ്യമല്ല. അതുകൊണ്ടാണ് ഈ പുസ്തകം രൂപത്തിൽ ഈ പത്രം ഒന്ന് പുറത്തിറക്കണം എന്ന് തീരുമാനിച്ചത്. കുറച്ച് പേര് ഇവിടെ കണ്ടിട്ടുണ്ടാവും, ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളൊരു സ്വകാര്യം പറയാം. പത്രപ്രവർത്തനം പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരും ഇത് കണ്ടിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഗവേഷണം നടത്തിയപ്പോൾ എനിക്ക് ഒരു ഉള്ളിലൊരു നിശ്ചയമുണ്ടായിരുന്നു, ഇത് പഠിക്കണം, പത്രങ്ങളെക്കുറിച്ച് പഠിക്കണം. അങ്ങനെയാണ് പത്രപ്രവർത്തന ചരിത്രം ഞാൻ ഗവേഷണം നടത്താൻ തീരുമാനിച്ചത്. ആദ്യ പത്രമാണിത്. ഇനി ആദ്യ പത്രത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ആലോചിക്കുക. ആദ്യ പത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് നമ്മൾ നേരത്തെ ഡോക്ടർ ഹെർമൻ്റെ ലൈഫിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ പത്രം 1947 ജൂണിലാണ് ഈ പത്രം പുറത്തിറങ്ങുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതും ഒരു ജൂൺ മാസത്തിലാണ്. എന്തൊരു ഈ ഹെർമൻ ഗുണ്ടട്ട് ഫൗണ്ടേഷൻ്റെ ദീർഘവീക്ഷണത്തെ ഞാൻ അനുമോദിക്കുന്നു. കാരണം ഈ സെമിനാർ നടക്കുന്നത്, ഈ ദേശീയ സെമിനാർ നടക്കുന്നത് ദേശീയ തലത്തിൽ നമ്മൾ ബോംബെയിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ് ബാവർഗി സാറൊക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നടത്തുമ്പോൾ 1947 ജൂണിലാണ് രാജ്യസമാചാരം എന്ന പത്രം പുറത്തു വരുന്നത്. അതേ വർഷം അതേ മാസം നമ്മളിവിടെ ഇന്ന് അദ്ദേഹത്തെ ഓർക്കുകയും ആ പത്രത്തെക്കുറിച്ച് അനുസ്മരിക്കുകയുമാണ്. രാജ്യസമാചാരം എന്ന പത്രം കല്ലച്ചിലാണ് ഇറക്കിയിരുന്നത്. കല്ലച്ചിൽ തയ്യാറാക്കി പുറത്തു വന്നു. ആ പത്രം കൈകൊണ്ട് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഞാൻ സ്കൂളിൽ പലപ്പോഴും നല്ല കൈയക്ഷരത്തിന് സമ്മാനം മേടിച്ചിട്ടുണ്ട്. ഈ രാജ്യസമാചാരം എന്ന പത്രം പൂർണ്ണമായും വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ വാങ്ങിച്ച സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും എല്ലാം തിരികെ കൊണ്ടുപോയി സ്കൂളിൽ ഏൽപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ആ കൈയക്ഷരത്തിന് മുന്നിൽ എൻ്റെ കൈയക്ഷരം ഒന്നുമേ അല്ല എന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. അത് എഴുതിയിരിക്കുന്ന മലയാളിയല്ലാത്ത ഒരാളാണ്. തമിഴനായ കന്യൻ കണ്ടു എന്ന് പറയുന്ന ഒരാളാണ്. 1.5 മാസം കൊണ്ട് മലയാള ഭാഷ പഠിക്കുകയും അതിനിഷ്ടം പ്രാക്ടീസ് ചെയ്ത് എഴുതി വെച്ചിരിക്കുകയാണ്. മുഴുവൻ കൈകൊണ്ട് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇതെടുത്ത് വായിക്കും. ഇപ്പോഴും ഇത് നോക്കുമ്പോൾ ഞാൻ കുറേ മണിക്കൂറുകളോളം നോക്കിയിരിക്കാറുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. കാരണം ഇതിലെവിടെയും വെട്ടിത്തിരുത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്ന എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആർക്കെങ്കിലും സാർ നമുക്ക് പറ്റുമോ, വെട്ടിത്തിരുത്തില്ല എന്നൊക്കെ എഴുതാൻ കഴിയുമോ, ഒരു പേജ് എഴുതാൻ കഴിയുമോ? നമ്മൾ ആകെ 2 വരി എഴുതിയാൽ നിശ്ചയമായിട്ടും 4 തിരുത്തുണ്ടാകും. ഒരു തിരുത്തുമില്ല, എവിടെയും വെട്ടിത്തിരുത്തില്ല. ഇത് കല്ലച്ചെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സൈക്ലോസ് ചെയ്തെടുക്കുന്നതാണ്. എവിടെയെങ്കിലും വെട്ടിത്തിരുത്ത് വന്നാൽ മാറി ആ ഷീറ്റ് മാറ്റണം. അങ്ങനെ എത്ര ഷീറ്റ് മാറ്റാൻ കഴിയും? അന്നത്തെ കാലത്ത് സൈക്ലോസ്റ്റൈൽ പേപ്പറൊന്നും ധാരാളമായി കിട്ടുന്ന കാലമല്ല. 150-170 വർഷത്തിനപ്പുറത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു വെട്ടിത്തിരുത്ത് എവിടെയും ഇല്ല, ഓവർ റൈറ്റിംഗ് ഇല്ല. എന്നാൽ അക്ഷരങ്ങളോ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അക്ഷരം ആയാണ്. കാരണം അമ്മയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വാക്കാണ് ആ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അക്ഷരം ആയാണ്. ആയുടെ പ്രത്യേകത എന്താണ്? ആയുടെ പ്രത്യേകത 2 വശവും ബാലൻസ് ചെയ്യുന്നതാണ് ആ എന്ന് പറയുന്നത്. 2 സ്ഥലവും തുല്യമായി നിൽക്കുന്നു. അമ്മയ്ക്ക് എപ്പോഴും ബാലൻസിങ് ആണ്. അച്ഛൻ 2 മക്കളുണ്ടെങ്കിൽ 2 മക്കളോടും ഒരേപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളാണ് അമ്മ. ഒരു അമ്മയോട് ചോദിച്ചു നോക്കി, ഏത് മോനോടാ കൂടുതൽ ഇഷ്ടം, ഏത് മോളോടാ കൂടുതൽ ഇഷ്ടം? 2 പേരെയും എനിക്കിഷ്ടമാണ്, ബാക്കി പിള്ളേരെയെല്ലാം എനിക്കിഷ്ടമാണെന്ന് പറയും. അമ്മയെന്ന് പറയുന്നതാണ്. അമ്മയെന്ന് പറയുന്നത് ലോകത്ത് എവിടെ പോയാലും ശരി, അമ്മയെന്ന് പറയുന്നത് ഒരു വലിയ ശാശ്വതമായ സത്യമാണ്. ആ സത്യം എപ്പോഴും നീതിബോധത്തിൻ്റെയും നീതിനിഷ്ഠയുടെയും അങ്ങേയറ്റ അടയാളമാണ്. അതുകൊണ്ടാണല്ലോ കോടതികളുടെ അമ്മയാണ് നമ്മൾ കാണുന്നത്. കോടതികളിൽ കണ്ണുകെട്ടിയ ഒരു അമ്മയാണ് നമ്മൾ കാണുന്നത്. എവിടെയും നീതിയുടെ അടയാളമായി നിൽക്കുന്നത്. നീതി ദേവത എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് അമ്മയാണ്. അപ്പോൾ ആ അമ്മയുടെ ആ നീതിബോധം കൃത്യമാണ്. അതുകൊണ്ടാണ് ഈ ആ എന്ന അക്ഷരം 2 സൈഡിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. അത് നോക്കുക, എന്തൊരു മനോഹരമായിട്ടാണ് സാർ നോക്കുക. അതിനകത്ത് ആ എന്ന അക്ഷരവിധിയിലേക്ക് എന്തൊരു ഭംഗിയുണ്ട്. ഓരോ അക്ഷരങ്ങളും അങ്ങനെ ഭംഗിയിൽ എഴുതിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ മലയാളി എന്ന തരത്തിലുള്ള നമ്മുടെ ഈ അഹങ്കാരം, നമുക്ക് മലയാളി എന്ന തരത്തിലുള്ള നമ്മുടെ ഈ ഒരു അമിതമായുള്ളൊരു അഭിമാനബോധമുണ്ടല്ലോ, അഭിമാനബോധമെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. കാരണം ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ഈ മഹാൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അക്ഷരങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, എഴുത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മലയാളി ആദ്യമായിട്ടൊരു ചെറുകഥ വായിക്കുന്നത് എവിടെ നിന്നാണ്? യഥാർത്ഥത്തിൽ ഈ രാജ്യസമാചാരം എന്ന് പറയുന്ന ഈ പത്രത്തിലാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഉണ്ടാകുന്നത്. അതിലാണ്. അപ്പോൾ അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വായിക്കുന്നു. അതിൻ്റെ പേര് താഹിതി ദ്വീപിലെ കുട്ടികൾ എന്നാണ്, ആൺകുട്ടികൾ എന്നാണ് ആ കഥയുടെ പേര്. താഹിതി ദ്വീപിലെ ആൺകുട്ടികൾ. ഇവിടെ ഇരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റൈറ്റിംഗ് പാഡൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിയാണ്. പേന വന്നേക്കുന്നത് എഴുതാൻ വേണ്ടിയാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇത് നിരന്തരം ഞങ്ങൾക്കിത് പറയുമ്പോൾ നമ്മൾ ധാരാളമായി വായിച്ചിട്ടും ഒരുപാട് ഉളക്കളച്ചിട്ടുമാണ് ഈ വിവരങ്ങൾ നിങ്ങളോട് പറയുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ താഹിതി ദ്വീപിലെ ആൺകുട്ടികൾ എന്നതാണ് ആദ്യത്തെ ചെറുകഥ. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. വാസനാവികൃതിയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. വാസനാവികൃതി അല്ല, അതാണ്. മലയാളത്തിൽ ആദ്യത്തെ നോവൽ ഏതെന്ന് ചോദിച്ചാൽ, മലയാളി ആദ്യമായി കണ്ട നോവൽ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നപ്പോഴേക്കും നമ്മൾ ഏതാണ് പറയുന്നത്? ഒന്നിൽ ഇന്ദുലേഖ പറയും, അതല്ലെങ്കിൽ കുന്തലത പറയും. പക്ഷേ അതല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഘാതകവധം പറയും. ഘാതകവധം എന്ന് പറയുന്നത് എത്ര പേര് പറയും? പറയാൻ സാധ്യമല്ല. പക്ഷേ ഘാതകവധം എന്നത് ഇംഗ്ലീഷിൽ വന്ന നോവലിൻ്റെ മലയാള പരിഭാഷയാണ്.
യഥാർത്ഥത്തിൽ നമ്മൾ മലയാളികൾ ആദ്യം വായിച്ച നോവൽ ഇംഗ്ലീഷിലാണ്. അതിൻ്റെ പേര് സ്ലെയർസ് ലൈൻ എന്നാണ്. മിസ്സിസ് കോളിൻസ് ദ സ്ലെയർസ് ലൈൻ, വിദ്യാസംഗ്രഹം എന്ന് പറയുന്ന മിഷണറിമാരുടെ പത്രത്തിലാണ് അതും അച്ചടിച്ചു വന്നത്. അപ്പോൾ മലയാളത്തിൽ ഈ രാജ്യസമാജത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. രാജ്യസമാജത്തിൽ ആദ്യമായിട്ട് വിമൻ റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു ലേഖനം വരുന്നത് അതിനകത്ത് ഗന്ധകത്തിരിക്കാരത്തി എന്നാണ് അതിൻ്റെ പേര്. ഗന്ധകത്തിരി വിൽക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഒരു കഥയാണ്. അത് ഒരു ലേഖനമാണ്. അതാണ് മലയാളത്തിൽ ആദ്യമായി സ്ത്രീ വിമോചനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആദ്യത്തെ ലേഖനം. അതാണ് ഗന്ധകത്തിരിക്കാരത്തി എന്ന് പറയുന്ന രാജ്യസമാചാരത്തിലെ ഈ പറയുന്ന ലേഖനമാണ്. 1847 ജൂണിലാണ് അത് പുറത്തു വരുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ആദ്യമായി മലയാളി അറിയുന്ന രാജ്യസമാചാരത്തിലൂടെയാണ്. അതിന് മുമ്പ് മദ്രാസ് എന്ന സ്ഥലത്തെക്കുറിച്ച് ഒരുപക്ഷെ കോഴിക്കോടുള്ള കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും. അത് ആധുനിക വിദ്യാഭ്യാസമൊക്കെ വന്നപ്പോൾ മദ്രാസ് സർവകലാശാലയിലേക്കൊക്കെ പോകുമ്പോഴാണ്. മദ്രാസ് സർവകലാശാല സ്ഥാപിക്കുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് മദ്രാസ് സർവകലാശാലയും കൽക്കത്ത യൂണിവേഴ്സിറ്റിയും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പം അതിന് മുൻപുള്ള സമയത്ത് മദ്രാസിനെ കുറിച്ച് മദുരാശി എന്ന് പറയുന്ന ഒരു പ്രയോഗം, മദ്രാസിനെ കുറിച്ച് ആദ്യമായി വരുന്ന ഒരു ലേഖനം വരുന്നത് ഈ രാജ്യസമാചാരത്തിലൂടെയാണ്. മറ്റൊന്ന് മഡഗാസ്കർ ദ്വീപിനെ കുറിച്ച് പറയുന്നു, ദ്വീപങ്ങളെക്കുറിച്ച് പറയുന്നു. അതിലുപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകത, ഈ വിദേശത്തുള്ള മഡഗാസ്കർ എന്ന് പറയുന്നത് മദഗാസ്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മലയാളീകരണത്തിൻ്റെ പ്രത്യേകത. ന്യൂസിലൻഡ് എന്ന് പറയുന്നത് നവസീലൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ന്യൂസിലൻഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അകൽച്ച തോന്നിക്കും. പക്ഷേ നവസീലൻഡ് എന്ന് പറയുമ്പോഴോ നമ്മൾ ജാനകിക്കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പദമായിട്ട് മാറുകയാണ്. അപ്പം പുറത്തുള്ളൊരു സ്ഥലത്തിൻ്റെ പേരിനെ പോലും മലയാളീകരിക്കുമ്പോഴുണ്ടാകുന്ന ആ സൗന്ദര്യബോധം, അതൊക്കെ ഹർമൻ ഗുണ്ടറ്റിൻ്റെ സൗന്ദര്യബോധം എന്തോ. അദ്ദേഹം കാണാൻ നല്ല സുന്ദരനാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്തും സൗന്ദര്യമുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഭാഷയെ മാറ്റുന്നതിൻ്റെ പ്രത്യേകത. മറ്റൊന്ന്, അദ്ദേഹം നമ്മൾ മലയാളി നേരത്തെ സാറിൻ്റെ പ്രശ്നത്തിൽ പറയുണ്ടായി, ഈ കേരളം എന്ന് പറയുന്നത് ഒരു വളരെ അന്ധതയുള്ളൊരു സ്ഥലമായിരുന്നു. കേരളത്തിൽ മനുഷ്യൻ ആദ്യം വേറൊരാളിനെ തൊടുന്നത് എപ്പോഴാണ്? നമ്മളിപ്പോൾ ഒരാളിനെ ഷേക്കാൻ്റെ കൊടുക്കത്തില്ല, ചില കെട്ടിപ്പിടിക്കത്തില്ലേ. മലയാളികൾ ആദ്യമായിട്ട് വേറൊരാളിനെ തൊടുന്നത് എപ്പോഴാണ്? മിഷണറിമാർ വന്നപ്പോഴാണ്. അതിനിപ്പോൾ തൊടാൻ പറ്റത്തില്ല. ഡോക്ടർമാർ പോലും തൊട്ടിട്ടില്ല, തൊടാൻ പറ്റത്തില്ല. ഡോക്ടർമാർക്ക് തൊടാൻ പറ്റത്തില്ല. ദൂരെ നിന്നിട്ടാണ് ഈ നാഡീവൈദ്യം ഉണ്ടായിരുന്നത്. നാഡീവൈദ്യം ഉണ്ടപ്പോൾ ഒരു വടി എറിഞ്ഞു നോക്കും, ആ വടി കൊണ്ടാണ് തോന്നുന്നത്, അല്ലാതെ കൈകൊണ്ട് തൊടാൻ പറ്റില്ല. അപ്പം മലയാളി ആദ്യമായി വേറൊരുത്തനെ സ്പർശിക്കുന്നു, മനുഷ്യൻ സ്പർശിക്കാൻ തുടങ്ങുന്നത് മിഷണറിമാർ വന്നപ്പോഴത്തേക്കാണ്. ഇതാണ് ചികിത്സയുടെ പ്രത്യേകത. ഡോക്ടർമാരെങ്ങനെയാണ് അവരുടെ കൈ നോക്കും, നാടി നോക്കും. പുറത്തുനിന്ന് വന്നവർ വിദേശി മിഷണറിമാരാണ് നമ്മളെ മനുഷ്യനെ തമ്മിൽ സ്പർശനത്തിൻ്റെതായ സുഖം മനുഷ്യനെ മനസ്സിലാക്കുന്നത്. സേവനം, സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആദ്യമായിട്ടുണ്ടാകുന്നത്? മലയാളി എങ്ങനെയാണ് സർവീസ്? ഞാൻ മുമ്പ് ഒരിക്കലും സർവീസ് ചെയ്തിട്ടില്ല. ഒരുത്തിനെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ, കൊന്നിട്ടേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ഒരു സർവീസും ഇവിടെ നടന്നിട്ടില്ല. സർവീസ് ആദ്യമായിട്ടുണ്ടാകുന്ന മിഷണറിമാർ വന്നപ്പോഴാണ്. നമ്മൾ നോക്കാം, നമ്മുടെ ഇന്നത്തെ അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഞാൻ സാറിനോട് ചോദിച്ചു, ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ടുന്നതിനകത്ത് ആരും എന്തായിരുന്നു ധൈര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചതുകൊണ്ടാണ്. സാറ് ചോദിക്കുന്നതിന് മുമ്പ് മറ്റു പലരും പുസ്തകത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് നോക്കിയ ആളുകളും പറഞ്ഞു എങ്ങനെയാണ് അങ്ങനെ ഒരു ടൈറ്റിൽ എന്തുകൊണ്ട് ഇട്ടു എന്ന് ചോദിച്ചതുകൊണ്ടാണ്. കാരണം അങ്ങനെയാണ്, അതാണ് യാഥാർത്ഥ്യമാണത്. യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരിക്കലും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പ്രത്യേകിച്ചും ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിനെ പോലൊരു മഹാനായ വ്യക്തിത്വത്തെ ഓർക്കുമ്പോൾ സത്യമല്ലാത്തതൊന്നും പറയാൻ പാടില്ല. ഇൻ്റലക്ച്വൽ ഓണസ്റ്റി നിരന്തരമായി നമ്മൾ കാത്തു സൂക്ഷിച്ച് മതിയാവുകയുള്ളൂ. അത് നോക്കുക, ഞാൻ വീണ്ടും ഈ പുസ്തകത്തിലേക്ക് വരുന്നു. ഒരു കാപ്രിയുടെ വിശേഷം എന്നൊരു ലേഖനമുണ്ട്. അതിൽ ആദ്യമായിട്ടാണ് നമ്മൾ ആഫ്രിക്കയെക്കുറിച്ച് അറിയുന്നത്. ആ ലേഖനം വായിച്ച് ആളുകൾക്ക് തോന്നിയെന്താണെന്ന് അറിയാമോ? നമ്മൾ മാത്രമല്ല, കറുത്തവർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കറുത്ത ആളുകളുണ്ട്. അവർ പീഡനം അനുഭവിക്കുന്നു. ആ പീഡനത്തിൽ നമുക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്, നമുക്ക് ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്, നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മലയാളിയുടെ അഭിമാനബോധം, മലയാളിയുടെ ഈ വിപ്ലവത്തിലേക്കുള്ള കുതിച്ചുചാട്ടം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നൊരു വാചകമുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള ഒരൊറ്റ പ്രഭാഷണങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബ്രിട്ടീഷുകാർ സന്യാസം തന്നു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ഒരിക്കലും ആരും പറയാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ബ്രിട്ടീഷുകാർ സന്യാസം തന്നു എന്ന് പറയുന്നുണ്ട്. നോക്ക്, എന്തൊരു സത്യസന്ധതയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ നിരന്തരം ഓർക്കുന്നതുകൊണ്ടാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനെന്ത് സുഖത്തിന് അവയവരണം എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ നിശ്ചയമായിട്ടും അതിൻ്റെ പിന്നിൽ, അതിൻ്റെ ആലോചനകളിൽ, അതിൻ്റെ ചിന്തകളിലൊക്കെ ഈ വൈദേശികമായ ആശയങ്ങളുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാർ നമുക്ക് സന്യാസം തന്നു എന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ്. നോക്കുക, വീണ്ടും തിരിച്ച് നമ്മൾ വരുന്നു. ഇവിടെ കാപ്രിയുടെ വിശേഷം എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിലുള്ള കറുത്തവനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അദ്ദേഹം മോചനം നേടിയതിനെക്കുറിച്ചുള്ള കഥയാണ്. അത് വായിച്ചപ്പോൾ മലയാളിക്കും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുള്ള ആഗ്രഹമുണ്ടായി, ത്വരയുണ്ടായി എന്നതാണ് സത്യം. ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാണെന്ന് വെച്ചാൽ 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ 1953 ഇവിടെ നമ്മൾ മേൽമുണ്ട് കലാപം നടക്കുകയാണ്. മേൽമുണ്ട് കലാപത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ചരിത്രം എത്രമാത്രം തെറ്റായിട്ടാണ് വളച്ചൊടിക്കുന്നത് ആലോചിച്ച് നോക്കുക. ഞാനും നിങ്ങളും സ്കൂളിൽ കോളേജിൽ പഠിച്ച ചരിത്രമൊന്നും അല്ല ശരിയായ ചരിത്രം എന്ന് പിൽക്കാലത്താണ് നമ്മൾ പഠിക്കുന്നത്. ഞാനും കോളേജിൽ പഠിച്ചപ്പോൾ അതിനെ പഠിച്ചതാണ് ചാന്നാർ ലഹള എന്നാണ് പഠിച്ചത്. ഒരു പരാമർശത്തിൽ മാത്രം ശ്രീരാമേന്ദ്ര സാറിൻ്റെ പുസ്തകത്തിലില്ല, പുസ്തകത്തിൽ പറയുന്നതേയില്ല.
പണ്ഡിതന്മാരുടെ പുസ്തകത്തിലൊന്നും പറയാത്തൊരു കാര്യമാണ്. ചാന്നാർലഹള എന്നാണ് പേര് തന്നെ. ചാന്നാർലഹള എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? കിട്ടുന്നത് ഇതാണ്: ചാന്നാന്മാർ നടത്തിയ ഒരു കലാപം, അതാണ് അർത്ഥം. യഥാർത്ഥത്തിൽ ചാന്നാർലഹള എന്ന് പറയുന്ന ഈ ഒരു തെക്കൻ തിരുവിതാംകൂറിലെ മേൽമുണ്ട് കലാപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചാന്നാന്മാർ അവിടെ ലഹള നടത്തിയിട്ടേയില്ല. ചാന്നാർമാരുടെ വീടുകൾ, ചാന്നാർ വിഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ പന കയറുന്ന നാടാർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെക്കുറിച്ചാണ് ചാന്നാർ എന്ന് പറയുന്നത്. അവരുടെ വീടുകൾ, അവരുടെ കുടിലുകൾ, അവരുടെ സ്ത്രീകൾ, അവരുടെ പുരുഷന്മാർ, അവരുടെ കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം ചുട്ടരിച്ചതിൻ്റെ വിപ്ലവമാണത്. അതാണ് കലാപം. ഉയർന്ന ജാതിയിൽപ്പെട്ട സവർണരായ ആളുകൾ ഈ പാവപ്പെട്ട മനുഷ്യരെ, ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങളെ ചുട്ടരിക്കുകയും കരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ കഥയാണ്, സംഭവമാണ്, യാഥാർത്ഥ്യമാണ്, ചരിത്രമാണ് ഈ ചാന്നാർ ലഹള എന്ന പേരിൽ നമ്മൾ പറയുന്നത്. ചാന്നാന്മാർ നടത്തിയ ലഹളയായിട്ട് നമ്മൾ പറഞ്ഞു. ചരിത്രം എങ്ങനെയാണ് പെട്ടെന്ന് മാറിപ്പോകുന്നത് ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ ആ ലഹളയിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ചത്, സാധാരണ മനുഷ്യനെ രക്ഷിച്ചത് നിശ്ചയമായിട്ടും മിഷണറിമാരാണ്. അതിൻ്റെ രേഖകൾ, തെളിവുകളൊക്കെ ഉണ്ട്. എൻ്റെ പുസ്തകത്തിൽ ഞാനതിൻ്റെ എല്ലാ രേഖകളും രേഖപ്പെടുത്തിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഈ പുസ്തകം ഇറങ്ങിയിട്ട് ഇത്ര വർഷമായി, ഇതുവരെ ആരും അത് ചോദ്യം ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. സത്യം സത്യമായി പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഇവിടെ നിരന്തരമായി പറഞ്ഞു വന്നു, സത്യം എന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യമാണ്. സത്യമേവ ജയതേ എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല, അത് ജയിക്കുക തന്നെ ചെയ്യും. ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ അത് മേൽമുണ്ട് കലാപമാണ്. മേൽമുണ്ട് ധരിക്കാൻ നമ്മുടെ അമ്മമാരും സഹോദരിമാരും തെരുവിലൂടെ ഈ മേൽമുണ്ട് ധരിക്കാതെ നഗ്നരായി നടന്നു പോകുമ്പോൾ കടകളിലും മറ്റ് സ്ഥലങ്ങളിലും ഇരുന്നു കൊണ്ട് നമ്പൂതിരിമാരും നായന്മാരും അവരെ ആക്ഷേപിക്കുമ്പോൾ ചെറുപ്പക്കാർ എന്തു ചെയ്യും? പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഞാനൊരിക്കലും കോളേജിൽ ആ ചോദ്യം ചോദിച്ചു. ഒരു സർവകലാശാല ഒരു സെമിനാറിൽ ഞാൻ ചോദിച്ചു. ഒരു പയ്യൻ എണ്ണേറ്റിട്ട് പറഞ്ഞു, കുത്തിക്കൊല്ലു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ, 20 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ അവൻ്റെ അമ്മയെയും സഹോദരിയെയും തെരുവിലോ നടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ ആക്ഷേപിച്ചാൽ അവൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രതികരണം അതായിരിക്കും. അത് ശരിയായുള്ള കാര്യമല്ല, അത് ന്യായമല്ല, നമ്മളതിനോട് യോജിക്കുന്നുമില്ല. പക്ഷേ അതാണ് ആദ്യത്തെ പ്രതികരണം. അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചാന്നാന്മാർ ചെയ്തതും അതുതന്നെയാണ്. അവർ പ്രതികരിച്ചതും അതുതന്നെയാണ്. എന്നാൽ ആ പ്രതികരണത്തെ സമാധാനപൂരിതമായ രീതിയിലേക്ക് മാറ്റുകയും അതിനുവേണ്ടി പടപൊരുത്തുകയും സമരം നയിക്കുകയും കലാപം നടക്കുന്നതിന് പകരം അവരെ എല്ലാം സാന്ത്വനിപ്പിച്ച് അത് ഒരു നിയമമാക്കി മാറ്റുകയും ചെയ്തത് സത്യത്തിൽ മിഷണറിമാരാണ്. തെളിവുകളുണ്ട്, എല്ലാം രേഖകളുണ്ട്. ആ രേഖകൾ മുഴുവൻ ഞാൻ എൻ്റെ ഗ്രന്ഥത്തിൽ, ആ പ്രഭാഷണത്തിൽ, ആ പ്രബന്ധത്തോടൊപ്പം ചേർത്തിട്ടുണ്ട് എന്നുകൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഈ തരത്തിൽ നമ്മുടെ ചരിത്രത്തെ മുഴുവൻ നമ്മൾ തിരിച്ചുപിടിക്കാനുണ്ട്. ഇങ്ങനെ തിരിച്ചുപിടിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നിശ്ചയമായിട്ടും ഈ പത്രങ്ങളാണ് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പത്രത്തിലൂടെയാണ് നമ്മളെല്ലാം തിരിച്ചു മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാം തിരിച്ചെടുക്കുന്ന പത്രത്തിലൂടെയാണ്. പത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. പത്രം സാമൂഹിക പരിഷ്കർത്തമാണ്, സോഷ്യൽ റിഫോർമറാണ് പത്രം എന്ന് പറയുന്നത്. പത്രം നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്, അധ്യാപകനാണ് പത്രം. പത്രം നമ്മളെ വല്ലാതെ ഉദ്ദീപിപ്പിക്കും, പല കാര്യങ്ങളിലും നമ്മളെ വല്ലാതെ മുന്നോട്ട് നയിക്കുന്ന മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് പത്രം. പത്രം നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുക മാത്രമല്ല, മോട്ടിവേറ്റ് ചെയ്യുകയും ഉദ്ദീപിപ്പിക്കുകയും നമ്മളെ ചിലപ്പോൾ കലാപത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒന്നാണ് പത്രമെന്ന് പറയുന്നത്. പത്രത്തിന് നിരവധിയായിട്ടുള്ള പങ്കുകളുണ്ട്. ഇവിടെ നോക്കുക, ഈ രാജ്യസമാചാരം എന്ന ആദ്യത്തെ പത്രം ലോകചരിത്രത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. കറുത്തവൻ്റെ അഭിമാനബോധത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ജഗന്നാഥൻ്റെ കഥ എന്നൊരു സംഭവമുണ്ട്. ജഗന്നാഥൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട നമ്പൂരി പയ്യൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അതിലൊരു തുടർച്ചയായി കൊടുത്തിട്ടുണ്ട്. ഒരു 3-4-5 പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, 1-2 ലക്കങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ജഗന്നാഥൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ മുഴുവൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഹൈന്ദവ വിഭാഗത്തിലുള്ള അനാചാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. സവർണാധിപത്യത്തിൽ ഉഴലുന്ന സാധാരണ മനുഷ്യൻ്റെ ധർമ്മസങ്കടങ്ങളാണ് ഈ ജഗന്നാഥൻ്റെ കഥയിലൂടെ പറഞ്ഞു പോകുന്നത്. അതിലൊരിടത്ത് പോലും അതിൽ ഈ മറ്റൊരു മതത്തെ വിമർശിക്കാൻ ഹെർമൻ ഗുണ്ടർ തയ്യാറാകുന്നല്ല. ഇതാണ് സത്യം. നോക്കുക, എന്തൊരു പ്രതിപക്ഷ ബഹുമാനമാണ്. അപ്പുറത്ത് നിൽക്കുന്നവരോടുള്ള ബഹുമാനത്തോടു കൂടി മാത്രമേ അദ്ദേഹം ഈ പത്രത്തിൽ ഒരു വരി പോലും എഴുതിയിട്ടുള്ളൂ എന്നതാണ്. ജഗന്നാഥൻ്റെ കഥ പറയുന്ന ഒരിടത്ത് പോലും അദ്ദേഹം അങ്ങനെ പറയുന്നത്. പക്ഷേ അനാചാരങ്ങൾ, ജഗന്നാഥൻ്റെ ജീവിതത്തിലൂടെ ഈ അനാചാരങ്ങളെ മുഴുവൻ അദ്ദേഹം അടയാളപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഒരു കരുത്ത് പറഞ്ഞിട്ടുണ്ട്, മിഷണറിമാരൊരിക്കലും കീഴാളരെ തേടി അങ്ങോട്ട് പോകുകയായിരുന്നില്ല, അധസ്ഥിത ജനവിഭാഗങ്ങൾ മിഷണറിമാരെ തേടി വരികയായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം? എന്നോട് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളം എന്ന് പറയുന്നത് ഏറ്റവും ദുഷിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഏറ്റവും ഉയർന്ന നിലയിലുള്ളവർക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്നതും ബാക്കി എല്ലാവരും അടിമകളുമായിരുന്നു. നമ്മളിപ്പം പറയുന്ന ഈ സവർണരായി പറയുന്ന ചില വിഭാഗങ്ങളുണ്ട്, അവരും യഥാർത്ഥത്തിൽ ശൂദ്രരായിരുന്നു. അവരൊരിക്കലും ഹയർ ക്ലാസ് ആയിരുന്നില്ല. ഇപ്പം ഹയർ ക്ലാസ് ഒന്നും നാട്യം ഉണ്ടെങ്കിൽ പോലും അവരൊന്നും ഹയർ ക്ലാസ് ആയിരുന്നില്ല. ബ്രാഹ്മണൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, വൈശ്യൻ ഉണ്ടായിരുന്നില്ല, കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ക്ഷത്രിയൻ ഉണ്ടായിരുന്നു. ക്ഷത്രിയൻ
രാജാക്കന്മാർ വളരെ കുറച്ച് പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഈ അധസ്ഥിതരായ ജനവിഭാഗങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ശ്രമങ്ങൾക്ക് യഥാർത്ഥത്തിൽ മുന്നിൽ നിന്നാരാണ്, ആ ശ്രമങ്ങൾക്ക് വരെ പ്രേരിപ്പിച്ചതാരാണ്, അവർക്ക് അതിന് ശക്തി കൊടുത്തതാരാണ്, ആ ശക്തി കൊടുത്തതിനകത്ത് മിഷണറിമാർക്ക് വലിയ പങ്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അധസ്ഥിത ജനവിഭാഗങ്ങൾ ഒരിക്കലും മിഷണറിമാർ അവരെ ഒരിക്കലും ഇങ്ങോട്ട് ക്ഷണിക്കുകയല്ല ചെയ്തത്, അവരങ്ങോട്ട് ചെല്ലുകയായിരുന്നു. ഞാൻ പറഞ്ഞതിന് തെളിവായി പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം മഹാനായ അംബേദ്കർ അദ്ദേഹം ബുദ്ധമതത്തിൽ ചേർന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് BBC-യുടെ കറസ്പോണ്ടൻ്റ് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിൽ ചേർന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്നുവെന്ന്? ഞാൻ ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്നില്ല, ഞാനൊരു ഔട്ട്സൈഡറായിരുന്നു. ഞാനൊരിക്കലും ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്നില്ല, എന്നെ ഒരിക്കലും ഹിന്ദുമതത്തിൽ ആരും ചേർത്തിട്ടില്ല. ഞാൻ ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്നില്ല. അവരൊറ്റപ്പെടുകയാണ്, അവരടിമയെപ്പോലെ മൃഗങ്ങളെപ്പോലെ ജീവിക്കുകയാണ്. അവരതിൽ നിന്ന് മോചനത്തിന് വേണ്ടി, ഇമാൻസിപ്പേഷന് വേണ്ടി. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്തിലേക്കുള്ള ഇമാൻസിപ്പേഷനാണ്? നമ്മൾ ഈ സാധാരണ പറഞ്ഞ മതപരമായ ഇമാൻസിപ്പേഷൻ അപ്പുറം മനുഷ്യത്വപരമായി മനുഷ്യനാണ്, സ്വയം മനുഷ്യനാകണം എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാനിവിടെ ജീവിക്കുന്നു, ഞാൻ മനുഷ്യനായി പുഴുവിനെ പോലെയല്ല, മനുഷ്യനായി ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു സെൽഫ് ആത്മബോധത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടിയുള്ള ഒരു തീവ്രമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അവർ അത് കിട്ടുന്ന സ്ഥലത്തേക്ക് ഓടിപ്പോവുകയും അവിടെ എത്തിച്ചേരുകയും അവിടെ ഒരു ആശ്രയം കണ്ടെത്തുകയും ചെയ്യുന്നു. അതാണ് യാഥാർത്ഥ്യം, അതാണ് സംഭവിച്ചത്, അതായിരുന്നു വസ്തുത, അതായിരുന്നു. അപ്പോൾ ആ തരത്തിലാണ് മിഷണറിമാരുടെ പ്രവർത്തനം. ഞാൻ ഒരു കാര്യം പറയാം, ഹെർമൻ ഗുട്ടൻ്റെ ഡയറിയും ഹെർമൻ ഗുട്ടൻ്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ സൂക്ഷ്മമായി പരിശോധിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഏറ്റുപറയുന്നു, ഹെർമൻ ഗുട്ടൻ ഒരിക്കൽ പോലും ഒരാളിനെ പോലും കൺവെർട്ട് ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും മിഷണറിമാരെന്ന് പറഞ്ഞാൽ മിഷണറിമാറിനോടൊപ്പം ചേർത്ത് പറയുന്നൊരു വാക്കാണ് മതപരിവർത്തനം എന്നത്. നേരത്തെ ഇവിടെ ഡോക്ടർ അനിൽ ചേലമ്പർ പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം സ്പെസിഫിക്കായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. മിഷണറിമാരുടെ പ്രവർത്തനത്തെ മതപരിവർത്തനവുമായി ചേർത്ത് പറയുന്നത് ഒരു തന്ത്രമാണ്, ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. യഥാർത്ഥത്തിൽ അതല്ല ശരി. മിഷണറിമാർ ഒരിക്കലും ആരെയും കൺവെർട്ട് ചെയ്യാൻ പോകുന്നില്ല. അവരവരുടെ പ്രവർത്തനം നടന്ന ത്യാഗസുരഫലമായ ഒരു പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവരിലേക്ക് ആളുകൾ ആകർഷിച്ച് വരികയാണ് ചെയ്യുന്നത്. ഈ ജീവിതം കൊള്ളാം, ഇത് ശരി എന്ന് തോന്നി അവരിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പത്രം രാജ്യസമാചാരം എടുത്താലും ശരി, പശ്ചിമോദയം എടുത്താലും ശരി, അവിടെയൊന്നും നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല. നിങ്ങൾ വരൂ, ക്രൈസ്തവ സമുദായത്തിലേക്ക് വരൂ, എൻ്റെ ഇതിൽ ചേരൂ, ബാസൽ മിഷനിലേക്ക് ചേരൂ. നിങ്ങൾ ഈ പശ്ചിമോദയവും രാജ്യസമാചാരവും പരിശോധിച്ചാൽ ഒരിടത്ത് പോലും ബാസൽ മിഷൻ ഉപയോഗിച്ചിട്ടില്ല. ഒരിടത്ത് പോലും, ഈ മുഴുവൻ പേജസും പരിശോധിച്ച് നോക്കൂ, ഒരിടത്ത് പോലും ബാസൽ മിഷൻ എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. ബാസൽ മിഷൻ എന്ന വാക്ക് ഉപയോഗിക്കാതെ ബാസൽ മിഷൻ്റെ പ്രവർത്തകനായി എന്താണോ ബാസൽ മിഷൻ മുന്നോട്ട് വയ്ക്കുന്നത്, മനുഷ്യജീവിതത്തെ നന്നാക്കുകയും നവീകരിക്കുകയും മനുഷ്യത്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഉദാത്തമായ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വയ്ക്കുന്നത്. രാജ്യസമാചാരത്തിനകത്ത് മിഷണറിമാർ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അതിൽ നിന്ന് മാറ്റി രണ്ടാമത്തെ പത്രത്തിലേക്ക് എത്തുമ്പോഴോ, രണ്ടാമത്തെ പത്രം പശ്ചിമോദയമാണ്. പശ്ചിമോദയത്തിലേക്ക് പശ്ചിമോദയമാണ് ആദ്യമായിട്ട് മലയാളിയെ ശാസ്ത്രം പഠിപ്പിച്ചത്. ഇതാരും വിശ്വസിക്കും? ആരും വിശ്വസിക്കത്തില്ല, എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ പശ്ചിമോദയത്തിൻ്റെ മുഴുവൻ ലക്കങ്ങളും ശേഖരിച്ചു, മുഴുവൻ ലക്കങ്ങളും പബ്ലിഷ് ചെയ്തു. അത് സർക്കാരിനെ കൊണ്ട് പബ്ലിഷ് ചെയ്തു, ഗവൺമെൻറ് പബ്ലിക്കേഷനായിട്ട് പുറത്തിറങ്ങി രാജ്യസ്ഥം പശ്ചിമോദയം. അല്ലെങ്കിൽ ഡോക്ടർ പള്ളിക്കാമോഹൻദാസ് വന്ന് എന്തോ പറഞ്ഞിട്ട് പോയി എന്ന് നിങ്ങൾ വിശ്വസിക്കും. നിങ്ങൾ ഒരിക്കലും എൻ്റെ വാക്കിനെ നിങ്ങൾ വിശ്വസിക്കില്ല. തെളിവുകൾ സഹിതം വർത്തമാനം പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കുകയും മതിയാവുകയുള്ളൂ എന്നതാണ് സത്യം. ഇതാ രാജ്യസമാചാരം പശ്ചിമോദയം എന്ന പത്രവും ഞാൻ കേരളത്തിൻ്റെ സമൂഹത്തിൽ, ഇതൊന്നും ഞാൻ സ്വകാര്യമാക്കി വെച്ചില്ല. ഞാൻ പഠിച്ചതും നേടിയതുമെല്ലാം ഞാൻ സമൂഹത്തിന് നൽകുന്നു. അറിവ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അറിവ് അർത്ഥശൂന്യമാണ്. ഒരാൾ എത്ര പണ്ഡിതനാണെന്ന് പറഞ്ഞാലും നിന്റെ പാണ്ഡിത്യം നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ പാണ്ഡിത്യം വൃഥാവിലാണ്. നീ പണ്ഡിതനേ അല്ല, നീ മൂഢനാണ്. യഥാർത്ഥത്തിൽ നീ പണ്ഡിതനാണെങ്കിൽ നിനക്കറിയുന്നതെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനതുകൊണ്ട് പശ്ചിമോദയം എന്ന പത്രത്തിൻ്റെ മുഴുവൻ ലക്കങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ലഭ്യമല്ല, ലോകത്ത് എവിടെയും ലഭ്യമല്ല. ഇത് മുഴുവൻ ലക്കങ്ങളും ലഭ്യമാണ്. ആ മുഴുവൻ ലക്കങ്ങളും ശേഖരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതും ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഇതും അതിൽ നോക്കിയാൽ ബാക്കിൽ ഇരിക്കുന്ന കുട്ടികളിലേക്ക് കൊടുക്കൂ, കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല. പശ്ചിമോദയം എന്ന പത്രത്തിൻ്റെ എല്ലാ ലക്കങ്ങളും ഉണ്ട്. അതിൽ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ആദ്യമായി സോളാർ സിസ്റ്റം, സൗരയൂഥ സിദ്ധാന്തം ആദ്യമായി കാണുന്നത് എവിടെയാണ്? ഒരിക്കലും ക്ലാസ് മുറികളിലല്ല, ഒരിക്കലും യൂണിവേഴ്സിറ്റികളിലല്ല, മറിച്ച് രാജ്യസമാചാരത്തിന് ശേഷം വരുന്ന പശ്ചിമോദയം എന്ന പത്രത്തിലൂടെ 1947 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ പശ്ചിമോദയം എന്ന പത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് സോളാർ സിസ്റ്റം മലയാളി കാണുന്നത്. സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? സൂര്യനുണ്ട്, മറ്റ് ഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം മൂവ് ചെയ്യുന്നു. ഇവയെല്ലാം സ്വയം ചലിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്നു. സയൻറ്റിഫിക് ജോഗ്രഫി, ശാസ്ത്രീയമായിട്ടുള്ള ഭൂമിശാസ്ത്രം, സയൻറ്റിഫിക് ജോഗ്രഫി ആദ്യമായി മലയാളിയെ പഠിപ്പിക്കുന്നത് മിഷണറിമാർ തുടങ്ങിയ ഹെർമൻ ഗുട്ടൻ ആരംഭിച്ച പശ്ചിമോദയം എന്ന പത്രമാണ്. അതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നൽകിയിരിക്കുന്നത്. അതിലെല്ലാം എല്ലാ ലക്കങ്ങളിലും ഉണ്ടായിരുന്നു ഭൂമിശാസ്ത്രം. നോക്കുക, ഭൂമിശാസ്ത്രവും നമ്മുടെ ഈ ജ്യോതിശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ ഇപ്പോഴും ഈ ശാസ്ത്രയുഗത്തിൽ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ പോവുക. 47 ഒക്ടോബറിൽ കേരളത്തിൽ വിദേശത്തു നിന്ന് വന്ന ഒരു മിഷണറി നമ്മളോട് പറഞ്ഞു ചൊവ്വ എന്ന് പറഞ്ഞ ഒരു ഗ്രഹം മാത്രമാണ് എന്ന് പറഞ്ഞു. 170 വർഷത്തിനപ്പുറം അത് പറയുക മാത്രമല്ല തെളിയിക്കുകയും ചെയ്തു. ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്, ലോകം എല്ലായിടത്തും അത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളി ഇപ്പോഴും ഇതെല്ലാം പഠിച്ചിട്ടും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും പശ്ചിമോദയം എന്ന പത്രം നിരന്തരം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടും നമ്മളിപ്പോഴും ചൊവ്വയുടെ പേരിൽ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളുടെ ജീവിതത്തെ തരിപ്പണമാക്കുകയാണ്. എവിടെയാണ് മലയാളിയുടെ ഉന്നതമായ നിലവാരം? എവിടെയാണ് നമ്മുടെ ഉത്ബുദ്ധത? എവിടെയാണ് നമ്മുടെ പുരോഗമന വീക്ഷണം? പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. വീണ്ടും ഹെർമൻ ഗുണ്ടർ മഹാനായ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ മുന്നിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ മുഴുവൻ ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം എവിടേക്കാണ് പോകുന്നത് എന്ന് ആലോചിക്കുക, നോക്കുക. ഈ ശാസ്ത്രയുഗത്തിൽ നമ്മൾ ഇങ്ങനെ പിന്നോട്ട് നടന്നു പോയാൽ കുഴിയാനെ പോലെ പിന്നോട്ട് നടന്നു പോകാൻ വേണ്ടിയാണോ ഹെർമൻ ഗുണ്ടറിനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചത് എന്ന് ആലോചിക്കുക. ഞാൻ ആലോചിക്കപ്പെടുന്നു. അത് പശ്ചിമോദയം എന്ന പത്രത്തിൻ്റെ തുടക്കത്തിൽ നേരത്തെ ഇവിടെ സാറ് മറ്റേ സൂചിപ്പിച്ച പോലെ വെളിച്ചം പൂർവ്വദിക്കിൽ നിന്ന് മാത്രമല്ല പശ്ചിമദിക്കിൽ നിന്നും വെളിച്ചമുണ്ടാകുന്നു. പശ്ചിമദിക്കിലുള്ള വെളിച്ചത്തെ എല്ലാം ഇവിടേക്ക് കൊണ്ടു തരികയാണ് ചെയ്യുന്നത്. ഇതൊന്നും ഞങ്ങൾ പറയുന്നത് മാത്രമല്ല, ഇത് യാഥാർത്ഥ്യം നിങ്ങളോട് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിനകത്താണ് ആദ്യമായിട്ട് കേരള ചരിത്രം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും ഉണ്ടാകും, നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ പ്രായമുള്ള ആളുകൾ കോളേജിൽ പഠിച്ചപ്പോൾ പറഞ്ഞാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോട് കപ്പാട് വന്ന് ഇറങ്ങിയെന്ന് പറയുന്നു. ഇതാരാണ് ആദ്യം പറഞ്ഞത്? ആദ്യമാണ് എഴുതി വെച്ചത്? ശ്രീധരമേനോൻ സാറാണ് എഴുതി വെച്ചത്? MGS നാരായണൻ സാറാണ് എഴുതി വെച്ചത്? ആരാണ് എഴുതി വെച്ചത്? ഏത് ചരിത്രകാരനാണ് എഴുതി വെച്ചത്? ഏത് ചരിത്ര പുസ്തകത്തിലാണെന്നുള്ളത്? ഏതെങ്കിലും സർക്കാർ രേഖകളുണ്ടോ? ആദ്യമായിട്ട് അത് പറഞ്ഞ ആൾ ഹെർമൻ ഗുണ്ടറാണ്. അതാണ് കേരളപ്പഴമ എന്ന് പറഞ്ഞ, അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കേരളപ്പഴമയുടെ റെലവൻസ്. അതാണ് കേരളത്തെ ചരിത്രം പഠിപ്പിച്ചത്. മലയാളിയെ ചരിത്രം ആദ്യമായി പഠിപ്പിച്ച ആൾ ഡോക്ടർ ഹെർമൻ ഗുണ്ടറാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടേക്ക് ആദ്യമായി വിദേശി വന്നിറങ്ങിയത്, വാസ്കോ ഡ ഗാമ വന്നത് എന്നാണ് വന്നത്, എവിടെയാണ് ഇറങ്ങിയത്, ആരെയൊക്കെയാണ് കണ്ടത്, ഏത് രാജാവിനെയാണ് ആദ്യം കണ്ടത്, രണ്ടാമത് രാജാവിനെ കണ്ടു. വാസ്കോ ഡ ഗാമ ഒരാളാണെന്നാണ് പണ്ടും ധരിച്ചിരുന്നത്. ഒരാളല്ല വാസ്കോ ഡ ഗാമ, വീണ്ടും അദ്ദേഹം മകൻ ഇവിടെ വന്നതായിട്ടുണ്ട്. അതെല്ലാം ഈ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ ശാസ്ത്രീയമായ വീക്ഷണമുള്ള ചരിത്രബോധമുള്ള അദ്ദേഹം കേരളപ്പഴമ എന്ന് പറയുന്ന പുസ്തകം എഴുതുമ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന അന്ധവിശ്വാസത്തിൽ ആടി ഒളിഞ്ഞു നിൽക്കുന്ന, അന്ധവിശ്വാസത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന പരശുരാമനാണ് കേരളം ഉണ്ടാക്കിയത് എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിൽ ആറാടി നിൽക്കുന്ന ആ പുസ്തകവും അദ്ദേഹം തന്നെയാണ് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചെന്നുള്ളതാണ് അത്ഭുതം. എന്തൊരു ഗ്രേറ്റ്നെസ് ആണെന്ന് ആലോചിക്കുക, എന്തൊരു മഹത്തരമായ ഒരു സമീപനമാണെന്ന് ആലോചിച്ച് നോക്കുക, എത്ര സത്യസന്ധതയാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ നാട്ടുകാർക്കിടയിൽ ഇങ്ങനെ ഒരു അന്ധവിശ്വാസം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. പരശുരാമൻ അവിടെ ഗവർണർ നിന്നുകൊണ്ട് ഒരു മഴ എറിഞ്ഞപ്പോൾ ഈ ഭൂമി മുഴുവൻ മാറിപ്പോയെന്നും അദ്ദേഹം പുറത്തുനിന്ന് കുറച്ച് പേരെ കൊണ്ടുവന്ന് പൂണൂലിട്ട് ബ്രാഹ്മണാക്കി എന്നൊക്കെ പറയുന്ന ആ സംഭവം ഇന്ന് ബ്രാഹ്മണന്മാർ പറഞ്ഞു നടക്കുന്ന, അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്ന അനാചാരങ്ങളുടേതായ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളോൽപ്പത്തി എന്ന് പറഞ്ഞ ഗ്രന്ഥം ആരാണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഹെർമൻ ഗുണ്ടറാണ് ആ പുസ്തകം തയ്യാറാക്കി കൊടുത്തത്, എഴുതിയത്. കേരളോൽപ്പത്തിയുടെ 3 പുസ്തകങ്ങളാണുള്ളത്. ആദ്യം വന്ന പുസ്തകം ഹെർമൻ ഗുണ്ടർ എഴുതിയ പുസ്തകമാണ്. അതിപ്പോൾ ലഭ്യമാണത്. നമ്മൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, എൻ്റെ ഈ പുസ്തകം വന്നതിന് ശേഷം അതിൻ്റെ ഒരു ഇൻസ്പിറേഷണൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കേരളപ്പഴമ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ നോക്കുക, ബ്രാഹ്മണൻ്റെ അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനമായ ബ്രാഹ്മണൻ്റെ അഭിമാനബോധത്തെ ഉയർത്തിക്കൊടുക്കുവാൻ അയാൾ കൊണ്ടു നടക്കുന്ന ഗ്രന്ഥം മിഷണറിയായുള്ള ഹെർമൻ ഗുണ്ടർ എഴുതിയാണ്. പക്ഷേ അദ്ദേഹം കേരളപ്പഴമ എന്ന് പറഞ്ഞ പുസ്തകം കൂടെ എൻ്റെ തൊട്ട് പിന്നാലെ ആളുകൾക്ക് കയ്യിലേക്ക് കൊടുത്തു. നീ ഇതുവരെ ധരിച്ചിരിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ പുസ്തകം ഇതാ, അതല്ല ശരി, ഇതാണ് ശരി എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. യഥാർത്ഥ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഇതാണ് ഒരു അദ്യാഭ്യാസ വിചക്ഷണൻ എന്ന് പറഞ്ഞാൽ അതാണ്. സാറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ആദ്യം ചെന്നിട്ടൊരു കാര്യം ഇതൊരു അബദ്ധമാണ് എന്ന് പറയുന്ന ഒരു കാര്യം, ആ അബദ്ധത്തിലുള്ള കാര്യം ആദ്യം പറയും, ഐതിഹ്യം ആദ്യം പറയും, പിന്നെ ചരിത്രം പറയും. അപ്പം കുട്ടിയുടെ മനസ്സിൽ നിന്നും ഐതിഹ്യം മാറിപ്പോവുകയും ചരിത്രം സ്ഥാനം നേടുകയും ചെയ്യും. ഹെർമൻ ഗുണ്ടർ ചെയ്തു അങ്ങനെയാണ്. കേരളപ്പഴമ എന്ന് പറഞ്ഞ പുസ്തകം നമുക്ക് നൽകുന്നു. അതിന് തൊട്ടു മുമ്പ് കേരള മഹാത്മ്യം എന്ന് പറയുന്ന ഈ പറഞ്ഞ പരശുരാമൻ്റെ പരശുരാമ ലെജൻഡ്സ് നമുക്ക് നൽകുകയാണ്. അത് അദ്ദേഹം തന്നെയാണ് നൽകുന്നത്. പിന്നെ അതൊക്കെ പോട്ടെ, നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷമുള്ളവരും കേരളീയരെന്ന് പേരിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്ന നമ്മുടെ ദേശീയോത്സവമായി നമ്മൾ ഓണത്തെക്കുറിച്ചൊക്കെ പറയുമല്ലേ, മാവേലി നടുവാണി ഇടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഈ പഴഞ്ചൊല്ലുകളെല്ലാം നമ്മളെപ്പോഴും മീറ്റിങ്ങുകളിൽ പറയുന്നതാണ്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് നമ്മൾ പറയും. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന കാര്യം ആദ്യമായിട്ട് ആരാണ് നമുക്ക് പറഞ്ഞു തന്നത്? അമ്മുമ്മയാണെന്ന് പറയും, അപ്പൂപ്പനാണെന്ന് പറയും. നമ്മുടെ അമ്മമ്മ ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ വീണു പോകും. അച്ഛൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അമ്മമ്മ പഠിച്ചിട്ടുണ്ട്. അമ്മ പഠിച്ചിട്ടുണ്ടോ? പിന്നെ അമ്മമ്മയ്ക്ക് എവിടുന്ന് കിട്ടി ഈ പഴഞ്ചൊല്ല്? ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക. നമ്മൾ പിന്നിലേക്കൊന്ന് നോക്കുക. ചെന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു പുസ്തകത്തിൽ ചെന്ന് നിൽക്കും, അത് പഴഞ്ചൊൽ മാല എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഹെർമൻ ഗുണ്ടറാണ് ഇതെല്ലാം ശേഖരിച്ച് നമ്മൾ നൽകിയത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും വീണ്ടും പഴഞ്ചൊല്ലുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരംഭിക്കുന്നതിന് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് കൊണ്ടാണ് ആരംഭിക്കുന്നതിന്. എങ്ങനെയാണ് ആ പഴഞ്ചൊല്ലിലൂടെയാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശേഖരിക്കുക എന്ന് പറയുന്നത്, ഇതൊക്കെ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നതാണ് എന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ശ്രീമതി ഡോക്ടർ ഗിരിജ ഇവിടെ ഉണ്ട്. സയൻസാണ് പുള്ളിക്കാരി പഠിപ്പിക്കുന്നത്.
ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ചരിത്രം പറയും, പുള്ളിക്കാരൻ സമാധാനമായിട്ട് സയൻസ് പറയും. ഇത് കേട്ടാണ് വീട്ടിൽ കുട്ടികൾ വളർന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ അന്ധവിശ്വാസത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവാണ്. അപ്പോൾ അത്തരം ഒരു ശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈബർനേഷൻ എന്നൊരു സാധനമുണ്ട്. ചില ജീവികൾ ഇങ്ങനെ കുറേ നാളിങ്ങനെ നിശബ്ദമായി കിടക്കും, കുറേ നാളത്തേക്ക് യാതൊന്നുമില്ല, ജീവൻ മാത്രമുണ്ട്. സാറിനൊക്കെ അറിയായിരിക്കും, ജീവൻ മാത്രമാണ് അങ്ങനെ കിടക്കും, ഹൈബർനേഷൻ. അതൊക്കെ നമ്മൾ വളരെ കാലത്തിന് ശേഷമാണ് പഠിച്ചത്, കോളേജിലൊക്കെ ആയപ്പോഴാണ് പഠിച്ചത്. പക്ഷേ ഇത് ഹെർമൻ ഗുണ്ടട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, പശ്ചിമോദയത്തിൽ അത് പറയുന്നുണ്ട്, പ്രാണസങ്കോച നിദ്ര എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. പ്രാണസങ്കോച നിദ്ര, ഹൈബർനേഷനെക്കുറിച്ച് ഹെർമൻ ഗുണ്ടട്ടിൻ്റെ പശ്ചിമോദയത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്തൊരു ശാസ്ത്രീയമായ എന്തൊരു അവബോധമാണ് അദ്ദേഹം നൽകിയതെന്ന് ആലോചിച്ച് നോക്കുക. എത്രയോ വർഷത്തിന് മുമ്പ് ഇത് പറയുന്നത് ആലോചിക്കണം. 1947 പറയുന്നത്, 48 പറയുന്നത്. അപ്പോൾ ഹൈബർനേഷനെ കുറിച്ച് പറയുന്നു. പിന്നെന്താണ് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത് സയൻറ്റിഫിക് ജോഗ്രഫി അദ്ദേഹം പറയുന്നു. ജ്യോതിശാസ്ത്രവും നമ്മുടെ നാട്ടിലെ ആളുകൾ നടത്തുന്ന ഈ പറയുന്ന ജ്യോതിഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മളെ ആദ്യം പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അതുപോലെ മറ്റൊന്ന് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ യൂറോപ്പിലുണ്ടായ ശാസ്ത്രീയ പഠനങ്ങളെല്ലാം അദ്ദേഹം ഒന്നിനും പിറകെ ഒന്നായിട്ട് നമുക്ക് ഇവിടേക്ക് കൊണ്ടുതരികയാണ്. ഞാൻ നേരത്തെ സോളാർ സിസ്റ്റം, സൗരയൂഥ സിദ്ധാന്തം ആദ്യമായി നമ്മളെ പഠിപ്പിച്ചത് ഹെർമൻ ഗുണ്ടട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യം, പുരാണ കേരളാക്ഷരങ്ങൾ, ഒരു ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്കം തുടങ്ങുന്നത് അങ്ങനെയാണ്. പുരാണ കേരളാക്ഷരങ്ങൾ, പഴയ അക്ഷരങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. നേരത്തെ സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട സാർ അതിലേക്ക് എത്തുമെന്ന് ഞാൻ വിചാരിച്ചു. മലയാളം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതല്ലേ, റോമൻ ലെറ്റേഴ്സ് അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നില്ല. 1, 2, 3, 4 ഇംഗ്ലീഷ് മലയാള അക്ഷരം ഉണ്ടല്ലോ. മലയാള അക്ഷരം പ്രാക്ടീസ് ചെയ്ത ആളാണ് ഹെർമൻ ഗുണ്ടട്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യസമാചാരം, ഞാൻ മലയാള അക്കങ്ങൾ പഠിച്ചത് ഈ 2 പത്രവും വായിക്കാൻ വേണ്ടിയാണ്. അതിലെല്ലാം ലക്കങ്ങളെല്ലാം അങ്ങനെ, ഒന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ വരം ഇങ്ങനെയുള്ള ഒന്നാണ് എഴുതിയേക്കുന്നത്, പിന്നെ 2 എന്നുള്ളത് ഇങ്ങനെ എഴുതിയേക്കുന്നത്. മറ്റേ മലയാള അക്കങ്ങളാണ് എല്ലാം ഉപയോഗിക്കുന്നത്. മലയാള അക്കങ്ങളെ എന്ന് പറഞ്ഞാൽ മലയാള പത്രത്തിൽ മലയാള അക്കങ്ങൾ തന്നെ മതി എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ ആ ഭാഷയോടുള്ള അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റേ അക്കം നിങ്ങൾ ഉപയോഗിക്കാമായിരുന്നു, എളുപ്പമതല്ലേ. പക്ഷെ അദ്ദേഹം ഈ അക്കങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുരാണ കേരളാക്ഷരങ്ങൾ, പുരാണ കേരളാക്ഷരങ്ങളെ ആദ്യമായി ശേഖരിച്ച ആളാരെന്ന് ചോദിച്ചാൽ അത് ഹെർമൻ ഗുണ്ടട്ടാണ്. പശ്ചിമോദയത്തിൻ്റെ താളുകൾ അതൊന്നും പുസ്തകമാക്കിയിട്ടില്ല, പശ്ചിമോദയത്തിൻ്റെ താളുകളിലതുണ്ട്. ഹെർമൻ ഗുണ്ടട്ടിൻ്റെ 20 പുസ്തകങ്ങളെന്ന് പറയുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലോടെയാണ് ഞാനത് പറയാറുള്ളത്. എന്നോട് രാവിലെ ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു, ഹെർമൻ ഗുണ്ടട്ട് എത്ര പുസ്തകമായിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 20 പുസ്തകങ്ങളാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, പക്ഷേ 200 പുസ്തകങ്ങളുടെ മാറ്റർ ഇനിയും കിടക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നൊമ്പരത്തോടു കൂടിയാണ് 20 പുസ്തകങ്ങളെന്ന് പറയുന്നത്. അങ്ങനല്ല, അദ്ദേഹത്തിൻ്റെ ഡയറി മാത്രം പബ്ലിഷ് ചെയ്യാൻ തന്നെ അതൊരു വലിയൊരു ഖനിയാണ്, അക്ഷയ ഖനിയാണത് അദ്ദേഹത്തിൻ്റെ ഡയറി. അദ്ദേഹം ഡിക്ഷണറി എഴുതാനൊക്കെ തയ്യാറാകുന്നതിന് വലിയ കാര്യമുണ്ട്. ഡിക്ഷണറിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി വാക്കുകളൊക്കെ ശേഖരിക്കുമ്പോൾ നമുക്കിപ്പം 10 ഡിക്ഷണറി എടുത്ത് വെച്ചിട്ട് പുതിയൊരു ഡിക്ഷണറി ഉണ്ടാക്കാം. അന്ന് അങ്ങനൊന്നുമില്ല. അദ്ദേഹം ഈ ഓരോ വാക്കിനെക്കുറിച്ചും തേടിപ്പിടിച്ചതും കണ്ടെത്തിയതും ഒക്കെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതമാണ്. രാവിലെ ചന്തകളിലൊക്കെ പോയി ആളുകൾ സംസാരിക്കുന്ന വാക്കുകൾ, രസകരമായ സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ പോയി കൊച്ചു ഡയറിക്കകത്ത് ഈ വാക്കുകളെല്ലാം കുറിച്ചെടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ, അങ്ങനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വേറെ ഭാഷ അറിയാവുന്ന ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യ്യോ ആ വാക്ക് പുറത്ത് പറയരുത്, കാരണം അത് പച്ചത്തെറിയാണ്. ചന്തയിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ ആളുകൾ അന്യോന്യം ദേഷ്യത്തോടെ വിളിച്ചു പറയുന്ന പച്ചത്തെറിയുള്ള വാക്കാണ്. അദ്ദേഹം നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് തെറിയാണെന്ന് അദ്ദേഹം ഇതിനോട് പറയുന്നു. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കി, ഭാഷയെ തേടിപ്പിടിച്ച് വാക്കുകൾ ഓരോ സ്ഥലങ്ങളിലും പോയി അവർ പറയുന്ന വാക്കുകളെല്ലാം കുറിച്ചെടുത്തതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനെ ശേഖരിച്ച് ഒരു പുതിയ ഡിക്ഷണറി ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ ശ്രമം ആലോചിച്ച് നോക്കുക. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ശ്രമമാണ്. അത്തരം ശ്രമം അദ്ദേഹം നടത്തുമ്പോൾ അതിന് സമാന്തരമായി അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നു എന്നും കൂടി ആലോചിക്കുക. അപ്പോൾ ഗവേഷണ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ത്വര അദ്ദേഹത്തിനുണ്ടായിരുന്നു. പുതിയ വിഷയങ്ങൾ ആളുകളിലേക്ക് കൊടുക്കണം, പുതിയ വായനക്കാർക്ക് കൊടുക്കണം. ഹെർമൻ ഗുണ്ടട്ട് മിഷണറിയാണ് എന്ന് പറയുമ്പോൾ തന്നെ പശ്ചിമോദയത്തിൻ്റെ പത്രാധിപരായിരിക്കുമ്പോൾ അദ്ദേഹം ശാസ്ത്രകാരനാണ്. അദ്ദേഹം ഒരിക്കലും ക്രൈസ്തവ മതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. അദ്ദേഹം ശാസ്ത്രകാരനാണ്. ശാസ്ത്രത്തെ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ലക്ഷ്യം. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള നീതിബോധം, നേരത്തെ പറഞ്ഞതുപോലെ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന ഒരു നീതിബോധമുണ്ടല്ലോ, ലോകവീക്ഷണമുണ്ടല്ലോ, ഒരു കോസ്മോപൊളിറ്റൻ ഔട്ട്ലുക്ക് ഉണ്ടല്ലോ. ആ ഔട്ട്ലുക്കിൻ്റെ ഫ്രെയിംവർക്കിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോഴും. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും സങ്കടപ്പെടുന്നവൻ്റെയും ഏറ്റവും ദുരിതമനുഭവിക്കുന്നതിൻ്റെയും ഒപ്പം നിന്നത്. അതുകൊണ്ടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭുവനവിദ്യയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നൊരു സാധനം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. സയൻസ് ഫിക്ഷൻ ആദ്യമായിട്ട് അദ്ദേഹമാണ് തരുന്നത് നമുക്ക്. എന്ന് പറഞ്ഞാൽ ശാസ്ത്ര വിഷയങ്ങളെ സാഹിത്യമായി അവതരിപ്പിക്കുക എന്ന് പറയുന്ന സയൻസ് ഫിക്ഷൻ ഉണ്ടല്ലോ. സയൻസ് ഫിക്ഷൻ ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതുന്നയാൾ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണ്. അതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞ ഭുവനവിദ്യയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ലേഖനം. ഇതുകൂടാതെ പശ്ചിമോദയത്തിനകത്ത് ഈ രാജ്യസമാചാരത്തിനകത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടെ. മലയാളത്തിലെ ആദ്യത്തെ അഭിമുഖം നമ്മളെ അത്ഭുതപ്പെടുത്തും. ആദ്യത്തെ അഭിമുഖം മലയാളികൾ ആദ്യമായിട്ടൊരു അഭിമുഖം വായിക്കുകയാണ്. അഭിമുഖം എന്നാണ് ഒരാൾ വേറൊരാളിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതാണല്ലോ.
ആദ്യത്തെ അഭിമുഖം ആരാണെന്ന് അറിയണ്ടേ? അത് നമുക്ക് മലയാളികൾ ഭാരതീയന് ഏറ്റവും അഭിമാനം കൊള്ളുന്നത് ഒരു കാവ്യത്തിൻ്റെ പേരിലാണല്ലോ, ഗീതാഞ്ജലിയുടെ പേരിലാണ്. മഹാനായ രവീന്ദ്രനാഥ് ടാഗോർ, ഗുരുജി എന്നൊക്കെ നമ്മൾ അഭിമാനത്തോട് വിളിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മുത്തച്ഛനാണ് അവനീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹം റോമിൽ പോയിട്ട് മഹാനായ പോപ്പിനെ കാണുന്നു, മാർപ്പാപ്പ തിരുമേനിയെ കാണുന്നു. ഇവിടുന്ന് ഒരു ബ്രാഹ്മണൻ ഒരിക്കലും കടൽ കടന്ന് പോകാൻ പാടില്ല. കടൽ കടന്നു പോയാൽ അയാളെ ഔട്ട്കാസ്റ്റ് ആക്കും. പക്ഷെ അതൊന്നും അവനീന്ദ്രനാഥ് ടാഗോറിനെ ബാധിച്ചില്ല. അദ്ദേഹം കടൽ കടന്നു പോയി. അദ്ദേഹം പോയി മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ തിരുമേനിയെ കാണുന്നു, വിശുദ്ധ പിതാവിനെ കാണുന്നു. ആ പിതാവിനെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ആ അഭിമുഖം എഴുതുകയാണ്. രാജ്യസമാചാരത്തിൽ മലയാളത്തിൽ ആദ്യത്തെ പത്രത്തിൽ അച്ചടിച്ചിരിക്കുകയാണത്. മലയാളി ആദ്യമായി വായിക്കുന്ന അഭിമുഖ ലേഖനമാണത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ടൈറ്റിലാണ് രസങ്ങളാണ്, പാപ്പായും ബ്രാഹ്മണരും. അതേപോലെ 2 ബ്രാഹ്മണരുണ്ടായിരുന്നു, പാപ്പായും ബ്രാഹ്മണരും. അപ്പോൾ ഇവിടെ ഞാനൊരു പത്രപ്രവർത്തനത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന വേറെ ഒരു ഞാനീ പറഞ്ഞതിനെല്ലാം സമാധാനമായി വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളാരെങ്കിലും പത്രപ്രവർത്തനം പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാനപ്പെടും. എല്ലാവർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞുകൊണ്ടേ. ഓരോ ആർട്ടിക്കിൾ കൊടുക്കുമ്പോഴും അതിൻ്റെ ടൈറ്റിൽ വളരെ പ്രധാനമാണ്. നിങ്ങളിപ്പോൾ നോക്കുക, 5 പത്രങ്ങളെടുത്താൽ 5 പത്രങ്ങളിലെയും ടൈറ്റിലുകൾ വ്യത്യസ്തമായിരിക്കും. ചില പത്രങ്ങൾ ഏറ്റവും നല്ല രസകരമായ പത്രങ്ങൾ, സാറിൻ്റെ മനോരമയൊക്കെ ആണെങ്കിൽ ആ ടൈറ്റിൽ കൊണ്ട് തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യും. അത് ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ടൈറ്റിൽ നോക്കുക. ഈ ടാഗോർ അവിടെ പോയത് കാര്യം ടാഗോർ പാപ്പായെ കണ്ട കഥ എന്ന് വേണമെങ്കിൽ എഴുതാം. അതിന് പകരം അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ് പാപ്പാവും ബ്രാഹ്മണരും. ഈ ക്യാപ്ഷൻ കണ്ടാൽ പെട്ടെന്ന് നമ്മൾ ചാടി പിടിക്കും, അത് വായിക്കും. അപ്പോൾ ഈ പത്രപ്രവർത്തനത്തിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ച വളരെ പ്രധാനമാണ്. അത് സമാന്തരമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ സത്യത്തിൽ അത് പഠിച്ചിട്ടില്ല. എൻ്റെ സാങ്കേതിക കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതലതിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പുസ്തകങ്ങളായി വന്നേക്കാം. ഞാനിപ്പോൾ അതിനകത്ത് അത് കൊടുത്തിട്ട് എൻ്റെ കണ്ടൻറ്റും മറ്റു കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ശ്രദ്ധ വളരെ പ്രധാനമാണ്. പിന്നെ നിങ്ങൾ നോക്കുക, ബൈലൈൻ എഴുതുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബൈലൈനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. പിന്നെ ഈ പേജിൻ്റെ ബ്യൂട്ടി, സൗന്ദര്യം, പേജിൻ്റെ ബ്യൂട്ടി. പത്രത്തിലെഴുതുന്ന പേര് രാജ്യസമാചാരം എന്ന് പേര് കേട്ടാൽ എന്താണ്? രാജ്യത്തിലെ എല്ലാ വാർത്തകളും നിങ്ങളിലേക്ക് എത്തുന്ന ഒന്നാണ് രാജ്യസമാചാരം. ഒരു പത്രത്തിന് കൊടുക്കാവുന്ന ഏറ്റവും ഒന്നാം തന്നെ പേജ്. രണ്ടാമത്തെ പത്രമായപ്പെടും അതിൻ്റെ സ്വഭാവം മാറി. രാജ്യസമാചാരം എന്ന പത്രത്തിൽ നിന്ന് ക്യാരക്ടറല്ല രണ്ടാമത്തെ പത്രത്തിൻ്റെ, അത് പശ്ചിമോദയം എന്നാണ്. എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ നോളജ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു, പാശ്ചാത്യമായ എല്ലാ നന്മകളെയും ശാസ്ത്രബോധത്തെയും നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഒന്ന് എന്നാണ് പശ്ചിമോദയം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ടൈറ്റിൽ തന്നെ മാറുന്നു, അതിൻ്റെ സമീപനം മാറുന്നു, ഭാഷ മാറുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാഷ, ഗദ്യഭാഷയുടെ പ്രത്യേകത. രാജ്യസമാചാരത്തിൽ കുത്തും കോമയതില്ല, ഹൈഫണാണ്. പല സ്ഥലങ്ങളിലും ഹൈഫൺ മാത്രമേ ഉള്ളൂ. പശ്ചിമോദയത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് പങ്ക്ച്വേഷൻസ് എല്ലാം വരികയാണ്, കുത്ത കോമ ബാക്കി കാര്യങ്ങളെല്ലാം വരികയാണ്. അപ്പോൾ ഈ തരത്തിൽ ഈ പത്രത്തിൻ്റെ സ്വഭാവം, പത്രത്തിൻ്റെ എഡിറ്റിംഗ്, പത്രത്തിൻ്റെ പൊതുവീക്ഷണം, ഇതൊക്കെ അതിനകത്ത് കടന്നു വരികയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. രാജ്യസമാചാരം എന്ന് പറയുന്ന മലയാള ഭാഷ പഠിച്ചു വരുന്ന ഏറ്റവും പ്രൈമറി സ്റ്റേജിലുള്ള ഒരു സമൂഹത്തിന് മുന്നിലേക്കുള്ള ഒരു പത്രമാണ്. അതുകൊണ്ട് തന്നെ ഭാഷയുടെ കാര്യത്തിൽ വളരെ 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 സൂക്ഷ്മമായിട്ടാണ് ഭാഷ കൊടുത്തിരിക്കുന്നത്. വളരെ ലളിതമായ പദങ്ങൾ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. പശ്ചിമത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കട്ടിയാക്കി. കാരണം അത് വായിക്കുന്ന ആളുകൾ കുറച്ചുകൂടെ വളർന്നിരിക്കുന്നു, അവർ കുറച്ചുകൂടെ പഠിച്ചിരിക്കുന്നു, കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിലേക്കാണ് പശ്ചിമോദയം എന്ന് പറയുന്ന പത്രം കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 പത്രങ്ങളുടെയും ഈ തരത്തിലുള്ള വളരെയേറെയുള്ള പ്രത്യേകതകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനിയും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ കൈക്കൊമ്പുള്ള ജലം പോലും എണീക്കാൻ പറ്റില്ല. കുറേയേറെ കാര്യങ്ങൾ എൻ്റെ വിരലിൻ്റെ ഇടയ്ക്കൂടെ താഴെ ചോർന്നു പോയിട്ടുണ്ട്, ക്ഷമിക്കുക. ഒരു കൈക്കൊമ്പിൾ ജലം പോലും നിങ്ങളുടെ മുന്നിലേക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങളെക്കുറിച്ച് എത്ര മണിക്കൂർ വർത്തമാനം പറഞ്ഞാലും തീരുകയില്ല. അത്രയധികമുള്ള ട്രഷറാണ് ഉള്ളിൽ കിടക്കുന്നത്. അതിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറഞ്ഞു. നിങ്ങളെന്നോട് മാപ്പാക്കുക. നിങ്ങൾ ആ 2 പുസ്തകങ്ങളും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സർക്കാരിൻ്റെ പ്രസിദ്ധീകരണവുമാണ്. അത് വായിക്കണം. വാങ്ങാൻ പൈസ ഇല്ലാത്തവർ എന്നോട് വിളിച്ചു പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് അത് എത്തിച്ചു തരുന്നതാണ്. വിലാസം എനിക്ക് അയച്ചു തരിക, ഞാൻ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അത് അയച്ചു തരുന്നതാണ്. പൈസ ഉള്ള ആളുകൾ അത് കൊടുത്ത് വാങ്ങുക. കാരണം ഒരു ബർഗർ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു രാജ്യസമാചാരം വായിക്കുക എന്നത്. ഒന്ന് നിങ്ങളെ രോഗിയാക്കും, ഇത് നിങ്ങളെ മനുഷ്യനാക്കും. വ്യത്യാസം അതാണ്. നമ്മൾ മനുഷ്യനാകണമോ നമ്മൾ രോഗിയാകണമോ എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. ബർഗർ കമ്പനിക്കാരും കൂടെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ നമ്മൾക്ക് വലിയ വഴികാട്ടിയാണ്. ആധുനിക പത്രപ്രവർത്തനത്തിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും ഈ പത്രങ്ങൾ കാണിക്കുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പത്രപ്രവർത്തനം പഠിപ്പിക്കുന്ന ഒരാളെന്ന തരത്തിൽ ഞാൻ മിക്ക സ്ഥലങ്ങളിലും ഈ പത്രങ്ങൾ മാതൃകയാക്കി കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു സ്വകാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു ജേർണലിസം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ കോഴ്സ് തുടങ്ങിയിട്ട് അവിടുന്ന് തന്നെ PG പാസ്സായി പോയ 6 ബാച്ചുകൾ പുറത്തു പോയി. അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ അവിടെ പ്രഭാഷണത്തിന് വിളിക്കുന്നത്. ഞാനവിടെ പോകുന്നു, പ്രഭാഷണം നടത്തുന്നു, രാജ്യസമാചാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു. രാജ്യസമാചാരം പത്രം കണ്ട് എത്ര പേര് ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആരുമില്ല. അധ്യാപകരിലേക്ക് നോക്കിയപ്പോൾ അവരൊക്കെ കുനിഞ്ഞിരിക്കുന്നു. കേരളമാണ് എന്ന് പറഞ്ഞു കൊള്ളട്ടെ, യഥാർത്ഥത്തിൽ
അതിൻ്റെ കുറ്റക്കാരാരാണ്? നമ്മൾ തന്നെയാണ്. ഇത്രയും വലിയൊരു ജ്ഞാനകേന്ദ്രം റിസോഴ്സ് ഇത്രയും നമ്മളുണ്ടായിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോയിരിക്കുന്നു എന്നാണ് പ്രശ്നം. പക്ഷേ ഞാനിത് ചോദിക്കുന്ന സമയത്ത് എൻ്റെ പുസ്തകം ഇറങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ താല്പര്യക്കുറവിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട്, എന്നാൽ അവർ വീണ്ടും അവരെല്ലാവരും ഇത് വാങ്ങി വായിച്ചു എന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുകയും അവരെല്ലാം ഈ കാര്യത്തിൽ ഇപ്പോൾ വലിയ മിടുക്കരാണെന്നും അന്ന് രാജ്യസമാചാരം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ 4 പേരെങ്കിലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തുന്നു എന്നതും എന്നെ സംബന്ധിച്ചോളം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും എന്നെ ഇനി വിളിക്കും എന്ന് ഞാൻ കരുതുന്നു. രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങളെക്കുറിച്ച് പഠിക്കാനും ഡോക്ടർ ഹെർമൻ ഗുണ്ടനെക്കുറിച്ച് പഠിക്കാനും നിങ്ങൾ കുറച്ച് പേരെങ്കിലും സന്നദ്ധരാകും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ഈ വിഷയത്തിലുള്ള വിളി പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന നാളുകൾ നിശ്ചയമായിട്ടും ഡോക്ടർ ഹെർമൻ ഗുണ്ടനെ പുതിയ തലമുറ ഏറ്റെടുക്കും, കൂടുതൽ ശക്തമായി ഏറ്റെടുക്കും എന്ന് കരുതിക്കൊണ്ടും ഞാൻ എഴുതിയ പുസ്തകത്തെ അതിജീവിക്കുകയും ഞാൻ എഴുതിയ പുസ്തകത്തേക്കാൾ മികച്ച പുസ്തകങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനായി കാത്തിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.